ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയം നടത്തുന്നതിനായിട്ട് ആലോചിച്ചു എന്നും ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിയെന്നും അതുപോലെ ജരാസന്ധനെ വധിക്കുന്നതിനായിട്ട് അർജുനനും ഭീമനും കൃഷ്ണനും ബ്രാഹ്മണരുടെ വേഷം ധരിച്ച് മഗധ എന്ന രാജ്യത്തിലേക്ക് പോയി എന്നും നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ പറയുന്നത് ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു ഭാഗം, ജരാസന്ധ വധം. അങ്ങനെ 3 ബ്രാഹ്മണരായിട്ട് അവര് ജരാസന്ധന്റെ രാജധാനിയിലേക്ക് എത്തുന്നു. അങ്ങനെ രാജധാനിയിലെത്തിയ ഈ 3 ബ്രാഹ്മണരെയും ജരാസന്ധൻ സ്വീകരിക്കുന്നു. നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ശ്രീകൃഷ്ണനാണ് മറുപടി പറയുന്നത്. ഞങ്ങൾ സഞ്ചാരികളായ ബ്രാഹ്മണരാണ്. അങ്ങയുടെ കീർത്തി കേട്ട് ഇവിടെയും വന്നു എന്നു മാത്രം. അങ്ങ് വലിയ ദാനശീലനാണെന്നും ആരെന്തു ചോദിച്ചാലും മടി കൂടാതെ നൽകുന്നവനാണ് എന്നുമൊക്കെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെയുള്ള ഒരു മഹാനെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. മഹാബലി, ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ശിബി തുടങ്ങിയ ധന്യാത്മാക്കൾ ദാനധർമ്മം കൊണ്ട് പ്രസിദ്ധരാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങും അങ്ങനെയൊരു കീർത്തിമാനാണ് എന്ന് കേട്ടിട്ട് അറിഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതും ജരാസന്ധൻ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ആ വിഡ്ഢികളുടെ പേരൊന്നും എനിക്ക് കേൾക്കണ്ട. അവരൊക്കെ എങ്ങനെയാണ് ദാനശീലരായത് എനിക്കറിയില്ല. അത് പോട്ടെ, നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത് അത് പറയൂ. ഇങ്ങനെ ജരാസന്ധൻ പറയുന്നു. അത് പറയാം, പക്ഷേ ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ജരാസന്ധന് ചില സംശയങ്ങൾ തോന്നുകയും ചെയ്തു. ജരാസന്ധൻ അവരെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് പറയുകയാണ്, വാസ്തവത്തിൽ നിങ്ങൾ ബ്രാഹ്മണരാണോ? കയ്യിന്മേൽ ഞാൻ തഴമ്പുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ആ സ്ഥിതിക്ക് നിങ്ങൾ ക്ഷത്രിയരാണോ? അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരശുരാമൻ, ദ്രോണർ മുതലായവര് ബ്രാഹ്മണരായിരുന്നു. എങ്കിലും അവർ പോരാളികളായിരുന്നു. അവരുടെ കൈകളിൽ തഴമ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കണക്കാക്കണമെന്നില്ല, ഞാൻ ചോദിച്ചു എന്നു മാത്രമേ ഉള്ളൂ എന്ന് ജരാസന്ധൻ അല്പം സംശയത്തോടു കൂടി അവരെ നോക്കി പറഞ്ഞു. എന്നിട്ട് കൃഷ്ണനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് ജരാസന്ധൻ. എന്നിട്ട് പറയുകയാണ്, ഹേ ബ്രാഹ്മണ, അങ്ങയെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഓർമ്മ, എന്താണ് താങ്കളുടെ പേര്? ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ശരിയായിരിക്കാം. പണ്ട് മധുരയിൽ വെച്ച് അമ്പാടി കൃഷ്ണനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മധുരയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ കൃഷ്ണൻ ജരാസന്ധനോട് പറയുന്നു. അത് കേട്ടതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജരാസന്ധൻ പറയുകയാണ്, കണ്ടില്ലേ എൻ്റെ യുദ്ധസാമർഥ്യം? ആ കാലിച്ചെറുക്കൻ ഗോപാലൻ, അവൻ ചക്രശ്വാസം വലിച്ചു പോയി. ഒടുവിൽ അവൻ്റെ ഓട്ടവും കണ്ടില്ലേ? ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, കണ്ടു, 2 പേരും ഓടുന്നത് കണ്ടു. ആരെയാണ് ഓടിക്കുന്നത് എന്ന് അത്ര നിശ്ചയമില്ലായിരുന്നു. എങ്കിലും ആ ഇടയച്ചെറുക്കനും
അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ജരാസന്ധൻ പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അവൻ മോശക്കാരനല്ലെന്നോ? ഏതു കണ്ണുകൊണ്ടാണ് അങ്ങ് കണ്ടത്? അല്ലെങ്കിലും വയറ്റിപ്പിഴപ്പിന് നടക്കുന്ന ബ്രാഹ്മണർക്ക് യുദ്ധത്തിന്റെ മുറ വല്ലതും അറിയാമോ? അവൻ ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല, 17 തവണ എന്റെ മുമ്പിൽ തോറ്റോടിയവനാണ്. ഒടുവിൽ എന്നെ പേടിച്ച് അവനിപ്പോൾ കടലിനക്കരെ എവിടെയോ ഒളിച്ചു താമസിക്കുകയാണ്. അതൊക്കെ പോട്ടെ, അതിരിക്കട്ടെ. വാസ്തവത്തിൽ നിങ്ങൾ ആരാണ്? എന്തായാലും കണ്ടിട്ട് ബ്രാഹ്മണരാണ് എന്ന് തോന്നുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഞങ്ങൾ ചോദിക്കുന്നത് തരാമെന്ന് സത്യം ചെയ്താൽ ഞങ്ങൾ ആരാണ് എന്ന് പറയുകയും ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ജരാസന്ധൻ വീണ്ടും പറയുകയാണ്, ശരി ശരി, എന്നെ കൊണ്ട് സാധിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ ജീവനും രാജ്യവും ഒഴിച്ചിട്ട് ഞാൻ സാധിച്ചു തരാമെന്ന് സത്യം ചെയ്യുന്നു എന്ന് ജരാസന്ധൻ പറയുന്നു. ആ സമയത്ത് കൃഷ്ണൻ പറയുകയാണ്, ശരി, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആരാണ് എന്ന് പറയാം. അങ്ങയെ 17 തവണ യുദ്ധത്തിൽ തോൽപ്പിച്ച ആ ഇടയച്ചെറുക്കനായ കൃഷ്ണനാണു ഞാൻ. രുക്മിണീ ദേവിയെ വിവാഹം കഴിച്ച കൃഷ്ണൻ. ഇവൻ ആരാണ് എന്ന് അങ്ങയ്ക്കറിയാമോ? ഇവൻ അർജുനൻ. മധ്യപാണ്ഡവനായ പാർത്ഥൻ. മറ്റവൻ അവന്റെ അനുജനായ ഭീമനുമാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ രാജ്യമോ ജീവനോ ഒന്നും ആവശ്യമില്ല. ഒരു ദ്വന്ദ്വയുദ്ധമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 3 പേരിൽ ആരോടെങ്കിലും അങ്ങ് യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആവശ്യപ്പെടുന്നു. അത് കേട്ടതും ജരാസന്ധൻ വീണ്ടും അട്ടഹസിക്കുകയാണ്. ഇതാണോ ഇത്ര മഹാകാര്യമായി നിങ്ങൾ ഇവിടെ വന്ന് ആവശ്യപ്പെട്ടത്? ഈ നിസാര കാര്യത്തിന് എന്നെ കൊണ്ട് എന്തിനാണ് സത്യമൊക്കെ ചെയ്യിപ്പിച്ചത്? ഓർത്തിട്ട് തന്നെ നാണമാകുന്നു. യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ അഹങ്കാരം തീർക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? നിന്നോടോ? നീയാണെങ്കിൽ പലവട്ടം എന്നോട് തോറ്റവനാണ്. തോറ്റോടിയവനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അർജുനനോടോ? അർജുനനാണെങ്കിൽ അവൻ എനിക്ക് സമനായ ജോഡിയുമല്ല. പിന്നെ ഭീമൻ, അവനും എനിക്ക് സമനൊന്നുമല്ല. എങ്കിലും 4മതൊരാൾ ഇല്ലാത്തത് കൊണ്ട് അവനുമായി യുദ്ധം ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, യുദ്ധത്തിന്റെ മധ്യത്തിൽ ഈ കൃഷ്ണനെ പോലെ പേടിച്ചോടരുത്. ഇനി ഓടിയാൽ അവിടെ വെച്ച് പിടിച്ച് ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഇങ്ങനെ ജരാസന്ധൻ പറയുന്നു. സമ്മതിക്കുന്നു. അതിനുശേഷം ജരാസന്ധൻ ആയുധപ്പുരയിൽ പ്രവേശിച്ച് 2 വലിയ ഗദകൾ എടുത്തുകൊണ്ട് വന്ന് ഭീമന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ്, നിനക്കിഷ്ടമുള്ളത് എടുക്കുക, പരിശോധിച്ചിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നു. ജരാസന്ധന്റെ ഇപ്രകാരമുള്ള പരിഹാസ വാക്കുകൾ കേട്ടപ്പോൾ ഭീമസേനൻ പറയുകയാണ്, അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട, നിനക്കിഷ്ടമുള്ളത് നീ എടുത്തോളുക, മറ്റേത് ഞാൻ എടുക്കാം എന്ന് പറയുന്നു. അതിനുശേഷം 2 പേരും ഓരോ ഗദയും എടുക്കുന്നു. അങ്ങനെ 2 പേരും തമ്മിൽ പിന്നീട് യുദ്ധമാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ വന്ന് തടിച്ചുകൂടിയത്. അതിഭയങ്കരമായ യുദ്ധം. ഗദകളുടെ സംഘട്ടനനാദം ഇടിഗർജിതം പോലെ മുഴങ്ങി.
ദിഗന്ധങ്ങൾ നടുങ്ങുന്നു. ഘോരമായ സമരം. ആ യുദ്ധം 15 ദിവസമാണ് നീണ്ടു നിന്നത്. അതിഭയങ്കരമായ ശബ്ദമാണ്. ആരും തോൽക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല. അർജുനൻ ഇങ്ങനെ നോക്കുമ്പോൾ ഭീമൻ അല്പം ക്ഷീണിക്കുന്നത് പോലെ അർജുനന് തോന്നുന്നു. അങ്ങനെ ആ കാര്യം അർജുനൻ ചെന്ന് കൃഷ്ണനോട് പറയുന്നു. ഭഗവാനെ, ഇത് അവസാനിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. ജ്യേഷ്ഠനാണെങ്കിൽ ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അർജുനൻ കൃഷ്ണനോട് പറയുന്നു. ആ സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, സാരമില്ല പാർത്ഥ, ജരാസന്ധന്റെ ശരീരം നടുവേ വലിച്ചു കീറി തല തിരിച്ചിട്ടാൽ മാത്രമേ അവൻ മരിക്കുകയുള്ളൂ. തല തിരിച്ചിട്ടില്ലെങ്കിൽ ഉടലുകൾ വീണ്ടും സന്ധിക്കുകയും അവൻ വീണ്ടും ജീവിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ ഒരു അടയാളം കാണിച്ചു കൊടുക്കുക. അക്കാര്യം ഭീമനെ നീ ധരിപ്പിക്കൂ. ഒരു ഇല നടുവേ കീറി തല തിരിച്ച് എറിഞ്ഞു കാണിക്കുക എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. അങ്ങനെ അച്യുതന്റെ ഉപദേശം അനുസരിച്ചിട്ട് അർജുനൻ ഒരു പച്ചല പറിച്ചെടുക്കുകയും നടുവേ കീറി ജ്യേഷ്ഠൻ കാണുന്ന വിധത്തിൽ തല തിരിച്ച് ദൂരത്തേക്ക് എറിയുകയും ചെയ്തു. പാർത്ഥന്റെ ഉദ്ദേശം വായുപുത്രന് മനസ്സിലാവുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ജരാസന്ധന്റെ ജനന കഥകൾ ഭീമനും നേരത്തെ തന്നെ അറിയാമായിരുന്നു. വീണ്ടും അങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ യുദ്ധത്തിന്റെ ഇടയില് തരം കിട്ടിയപ്പോൾ ഭീമൻ മഗധ രാജാവിനെ തള്ളി താഴെ വീഴ്ത്തുകയും അവന്റെ ഒരു കാലിന്മേൽ ബലമായി ചവിട്ടി നിന്നുകൊണ്ട് മറ്റേ കാൽ തൻ്റെ 2 കൈകളിലും പിടിച്ചു പൊക്കി ഒരു ആന കരിമ്പനയുടെ ഇളം തടി ചീന്തുന്നത് പോലെ വലിച്ചു കീറി തല തിരിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. അതിഭീകരമായ കാഴ്ച. ജനങ്ങളെല്ലാം പേടിച്ചലറിപ്പോയി ആ കാഴ്ച കണ്ടപ്പോൾ. പക്ഷേ അടുത്ത നിമിഷം തന്നെ ജനങ്ങൾക്കെല്ലാം വളരെയധികം ആശ്വാസമായി. കാരണം അതോടുകൂടി സർവജനദ്രോഹിയും ക്രൂരനുമായിരുന്ന ജരാസന്ധൻ കാലപുരി കൂകിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഭീമസേനന്റെ കയ്യാൽ ജരാസന്ധൻ മരണപ്പെടുന്നു. അപ്പോഴേക്കും ഈ ജരാസന്ധന്റെ ബന്ധുക്കളെല്ലാവരും സുഹൃത്തുക്കളും എല്ലാവരും തന്നെ കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ വീണ് അഭയം അപേക്ഷിക്കുന്നു. അവന്റെ ശേഷക്രിയാദികൾ കഴിഞ്ഞ് അവന്റെ പുത്രനായ സഹദേവനെ മഗധയുടെ രാജാവായി മാധവൻ അഭിഷേകം ചെയ്യുകയും ചെയ്തു. പിന്നീട് പീതാംബരൻ കാരാഗ്രഹത്തിൽ കിടന്ന സർവ്വരാജാക്കന്മാരെയും നാടുവാഴികളെയും മോചിപ്പിച്ചു. അവരെല്ലാവരും കൃഷ്ണനെ വന്നു കാണുകയും അവരുടെ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് കൃഷ്ണൻ മന്ദസ്മിതത്തോടുകൂടി ഇങ്ങനെ അരുളി ചെയ്യുകയാണ്, അല്ലയോ മഹത്തുക്കളായ മഹീപതികളെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്നു. നിങ്ങൾ ഇനി സ്വന്തം രാജ്യങ്ങളിൽ പോയി ഭാര്യമാരോടും കുട്ടികളോടും ബന്ധുക്കളോടും ചേർന്ന് സുഖമായി ജീവിച്ചു കൊള്ളുക. ഞാനുള്ള കാലത്തോളം മേലാൽ നിങ്ങൾക്ക് ശത്രുഭയം ഉണ്ടാകുന്നതല്ല. രാജപുങ്കവനായ ധർമ്മപുത്രർ അടുത്ത കാലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ഒരു രാജസൂയ മഹായജ്ഞം നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പുണ്യയജ്ഞത്തിൽ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടുകൂടി എത്തിച്ചേരണം. ഇദ്ദേഹത്തിന്റെ അനുജന്മാരായി ഈ നിൽക്കുന്ന ഭീമനും അർജുനനും, ഇവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചു കൊള്ളുന്നു എന്ന്
കൃഷ്ണൻ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ആ ക്ഷണം സ്വീകരിക്കുന്നു. ഭഗവാന്റെ കൽപ്പന പ്രകാരം സഹദേവൻ, അതായത് ജരാസന്ധന്റെ പുത്രൻ സഹദേവൻ, ആ രാജാക്കന്മാരെ വേണ്ടവണ്ണം സൽക്കരിച്ച് സുഗന്ധ ജലത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് വസ്ത്രങ്ങളും ആഭരണങ്ങളും മൃഷ്ടാന്ന ഭോജനവുമൊക്കെ നൽകി തൃപ്തിപ്പെടുത്തുന്നു. കാരണം അവന്റെ അച്ഛൻ ചെയ്ത ക്രൂരതയ്ക്ക് പരിഹാരം ചെയ്യുകയാണ്. അതിനുശേഷം അവരെ രഥത്തിൽ കയറ്റി രാജോചിതമായ വിധം അവരവരുടെ രാജധാനികളിലേക്ക് ഇരിക്കുന്നു. അതിനുശേഷം കൃഷ്ണനും അർജുനനും ഭീമനും ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേരുന്നു. ധർമ്മപുത്രർ 3 പേരെയും സ്വീകരിക്കുന്നു, കൃഷ്ണനെ പൂജിക്കുന്നു. പിന്നീട് ദിഗ്വിജയത്തിനു വേണ്ടി 4 അനുജന്മാരെയും ധർമ്മപുത്രർ 4 ദിക്കുകളിലേക്ക് അയക്കുന്നു. കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്കും പോകുന്നു. ഭഗവാൻ യാത്ര പറഞ്ഞു പോവുകയാണ് ദ്വാരകയിലേക്ക്. ആ സമയത്ത് യുധിഷ്ഠിരന് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം കരയുകയായിരുന്നു. അത് കണ്ടപ്പോൾ കൃഷ്ണൻ യുധിഷ്ഠിരനെ സമാധാനപ്പെടുത്തി. യുധിഷ്ഠിര, എൻ്റെ യാത്രയിൽ അങ്ങ് ഇത്രമാത്രം എന്തിനാണ് വേദനിക്കുന്നത്? അങ്ങ് സമാധാനത്തോടു കൂടി ഇരിക്കൂ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എല്ലാ കാര്യവും മംഗളമായി ഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് കൃഷ്ണൻ പറയുന്നു. ആ സമയം അവിടെ ദ്രൗപദി നിൽക്കുന്നുണ്ടായിരുന്നു. ദ്രൗപദി തൊഴുതുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല. അവിടുത്തേക്ക് എല്ലാം അറിയാമല്ലോ എന്ന് ദ്രൗപദി കൃഷ്ണനോട് പറയുന്നു. ഞാനുണ്ടെന്ന് ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക എന്ന് കൃഷ്ണൻ പാഞ്ചാലിയെ സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം യാത്ര പറഞ്ഞ് കൃഷ്ണൻ തൻ്റെ രഥത്തിൽ കയറി ഇരിക്കുന്നു. ആ സമയത്ത് പാഞ്ചജന്യത്തിൻ്റെ പ്രണവനാദം ഉച്ചത്തിൽ മുഴങ്ങുന്നു. ഗരുഡാങ്കിതമായ കൊടിക്കൂറ പാറി പറക്കുന്നു. അങ്ങനെ രഥം സാവധാനം മുമ്പോട്ട് നീങ്ങി തുടങ്ങി. തൊഴുകൈയോടുകൂടി എല്ലാവരും നോക്കി നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ രഥം എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തം നിറവേറ്റിയതിനു ശേഷം കൃഷ്ണൻ മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ധർമ്മപുത്രരെ ഏൽപ്പിച്ചതിനു ശേഷം കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ മനോഹരമായ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജരാസന്ധനെ വധിക്കുന്ന സമയത്ത് ആ കാണികളിൽ ഒരാളായി നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണണം. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും ഭീമന്റെയും കൂടെ നിങ്ങൾ തിരിച്ച് എവിടേക്ക് എത്തിച്ചേർന്നു? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം ഭഗവാൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവിടെ കാഴ്ചക്കാരനായി നിങ്ങളും ഉണ്ടായിരുന്നതായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കണം. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം. അങ്ങനെ പോകുമ്പോഴാണ് ഭഗവാനുമായി നമ്മൾ കൂടുതൽ അടുക്കുന്നത്, ഭഗവാന്റെ കൂടെ ഇരിക്കാൻ സാധിക്കുന്നത്. വളരെ വലിയ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ സങ്കല്പിക്കുവാൻ പോലും സാധിക്കുകയുള്ളൂ. 2, 3, 4 ആവർത്തി കേട്ട് ഈ കഥാഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് വളരെ വിശദമായി തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഒരു 5, 6 വാചകത്തിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ വളരെ വിശദമായി പറയുന്നതിൻ്റെ കാരണം എല്ലാവർക്കും ആ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക.
നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.